എന്നാൽ ഇഷ്ടമാത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആ ഒരു പുത്തൻ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഇഷിതയുടെ ചേച്ചിയും മനസ്വിനി പറഞ്ഞു വിട്ടിട്ട് തിരികെ നമ്മുടെ ഇഷിതയുടെ ചേച്ചിയും നമ്മുടെ ഇഷിതയുടെ വീട്ടിലേക്ക് ഇപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. ചെറിയ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യത്തിനാണ് നമ്മുടെ ഇഷിതയുടെ ചേച്ചി ഇപ്പോൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ. ഇഷിതയുടെ ചേച്ചിയുടെ ബന്ധം പോലും വേർപ്പെടുത്തിയാണ് അവർ തിരികെ വീട്ടിലേക്ക് വിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മഹേഷ് നമ്മുടെ ഇഷിതയുടെ അച്ഛനുമായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇഷിത എന്നെ ഒരു ഓന്തായിട്ടാണ് കാണുന്നത്, അപ്പാപ്പ് നിറം മാറുന്ന ഒരാള് എന്നൊക്കെ ഇങ്ങനെ തമാശ പോലെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ അശോക് നമ്മുടെ ചിപ്പിമോളെ കൊണ്ട് നമ്മുടെ മഹേഷിനെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഡാഡി എന്ന് മാത്രം ഒരു വാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ അശോക് ആയിരിക്കും നമ്മുടെ മഹേഷിന്റെ അടുത്ത് ഫുള്ള് സംസാരിക്കുന്നത്. ആദ്യം നിന്റെ ഭാര്യ, പിന്നെ നിന്റെ കൊച്ച്, പിന്നെ നിന്റെ കമ്പനി, പിന്നെ നീ ഒരു മുഴു ഭ്രാന്തനായി മാറും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹേഷിനെ ആ ഫോണിലൂടെ വിളിച്ച് എന്താ പറയാ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുത്തുക കേട്ടോ. അതിനുശേഷം മഹേഷിൻ്റെ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം കൂടിയിട്ട് ഓഫീസിലൊക്കെ പോയി ആകപ്പാടെ എല്ലാ ഫയലുകളും ഇങ്ങനെ പിച്ച് ചെയ്യുന്ന രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് പുത്തൻ പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇനി എന്തൊക്കെയായി തീരും കഥ? നമ്മുടെ ചിപ്പിമോൾ തിരികെ നമ്മുടെ മഹേഷിൻ്റെ അടുക്കലേക്ക് വരുമോ? മഹേഷിൻ്റെ അടുക്കലേക്ക് എത്തിക്കാൻ നമ്മുടെ എന്താ പറയുക ഇഷിതയ്ക്ക് സാധിക്കുമോ? കണ്ടു തന്നെ അറിയാട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.